الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله كما قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. وإذا لم تأتهم بآية قالوا لولا اجتبيتها قل إنما أتبع ما يوحى إلي من ربي هذا بصائر من ربكم وهدى ورحمة لقوم يؤمنون. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാനും ജീവിതാവസാന യാത്രയാകുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, എപ്പോഴാണെന്നറിയാത്ത മരണം നമ്മളോടൊപ്പം ഉണ്ട് എന്നതായിരിക്കണം ഏറ്റവും വലിയ ഓർമ്മ. ആ മരണം ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമം, ഇതെല്ലാം കൂടിച്ചേർന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വേളകളും ഓരോ സന്ദർഭങ്ങളും എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഓരോ സന്ദർഭങ്ങളും അവർക്ക് കൃത്യമായ ജിഹാദിന്റെയും നിയ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളാണ്. അൽ ജിഹാദു വൻ നിയ്യ എന്നൊരു പ്രയോഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴും പരിശ്രമം എന്ന് പറയുന്ന, കഠിനാധ്വാനം എന്ന് പറയുന്ന ഒരു മാനസികമായ തലമാണ് വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. ഒപ്പം അതിനുള്ള നിയ്യത്തും. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് ഹിജ്റയുടെ മാസത്തിലാണ്. അപ്പോൾ ഓരോ ആണും പെണ്ണുമാകുന്ന വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം ആ ഹിജ്റ എന്ന് പറയുന്ന മഹത്തായ ഇസ്ലാമിലെ കർമ്മം, അത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പരിസരങ്ങളിൽ
അതിനൊരു നിയ്യത്തുണ്ട്. ഞാനൊരു മുഹാജിറായിട്ടാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു നിയ്യത്ത്. ആ നിയ്യത്ത് അവൻ ഒരുക്കിക്കൊണ്ടാണ് ഓരോ ഹിജ്റയെയും അവൻ സ്വീകരിക്കുന്നത്. അപ്പൊ അത് മഹത്തായ പ്രതിഫലാർഹമായ ഒരു കർമ്മമായി മാറും. 2, ജിഹാദാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് വജാഹിദു ഫില്ലാഹ് ഹഖ ജിഹാദിഹി എന്നതാണ്. എപ്പോഴും ദൈവീകമായ മാർഗത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം ലഭ്യമാകുന്ന മാർഗങ്ങളിൽ എപ്പോഴുമുള്ള പരിശ്രമമാണ്, അതിനുള്ള ത്യാഗസന്നദ്ധതയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അത് ഓരോ സന്ദർഭങ്ങളിൽ അതിൻ്റെതായ രൂപക്രമമുണ്ട്. അതാണ് ഹഖ ജിഹാദിഹി എന്ന് പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഹിജ്റ അത് യാതൊരുവിധ നിർവാഹവും ഇല്ലാതായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പ് അബസീനിയയിലേക്ക്, അങ്ങനെ അവർ നടത്തിയ പലായന യാത്രകളാണ്. അവസാനം സക്സസ് ആയത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ആ ഹിജ്റയുടെ യാത്രയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനുഗുണമായി തീർന്ന, അതിന്റെ വളർച്ചയ്ക്ക് എല്ലാ നിലയിലും പര്യാപ്തമായി തീരുന്ന രൂപത്തിൽ അല്ലാഹു തആല അവരെ സഹായിച്ചത് അത് മദീനയിലേക്കുള്ള യാത്രയാണ്. അതാണ് അവരുടെ ഹിജ്റ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഹിജ്റ എന്താണ്? പ്രവാചക തിരുമേനി പറയുന്നുണ്ടല്ലോ, അൽ ഹിജ്റ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു തആല വെടിയാൻ പറഞ്ഞ കാര്യങ്ങളെ വെടിയലാണ് നമ്മുടെ ഹിജ്റ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ, വിരോധിച്ച, ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി നഹിയായിക്കൊണ്ട്, തിന്മയായിക്കൊണ്ട്, തെറ്റായിക്കൊണ്ട് വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒരുവൻ വെടിയുക എന്നതാണ് മുഹാജിർ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർവചനം എന്നോണം നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോ എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ള ഹിജ്റ അള്ളാഹുവിന്റെ അതൃപ്തിയുടെ, പൊരുത്തക്കേടിന്റെ, അവന്റെ കോപാഗ്നിയിൽ ചെന്ന് പതിക്കുന്ന ഇസ്ലാം വിരോധിച്ച കാര്യങ്ങള് പൂർണ്ണമായും നമ്മൾ വെടിയുക എന്നിടത്താണ് എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ള ഹിജ്റ എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ അള്ളാഹുവുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാകുമ്പോൾ മാത്രമേ അതിന് നമുക്ക് സാധിക്കൂ. ആ ബന്ധമാണ് ഇസ്ലാമിലെ ഹിജ്റ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനമായ പാഠം. ഖുർആൻ അത് പറഞ്ഞു, ഇല്ലാ തൻസുറൂഹു, അല്ലയോ മക്കക്കാരായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളും അതുപോലെ തന്നെ അവിശ്വാസികളുമായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള ആളുകളെ, സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയണേ, ഇല്ലാ തൻസുറൂഹു, നിങ്ങൾക്ക് ആ പ്രവാചകരെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ സഹായിക്കേണ്ട. പക്ഷേ ഫഖദ് നസറഹുല്ലാഹ്, തീർച്ചയായും അല്ലാഹു അവന്റെ പ്രവാചകനെ സഹായിക്കുക തന്നെ ചെയ്യും. കാരണം അല്ലാഹുവുമായിട്ടാണ് ആ പ്രവാചകന് ബന്ധം. ആ പ്രവാചകനിൽ വിശ്വസിച്ച വിശ്വാസികൾക്ക് അല്ലാഹുവുമായിട്ടാണ് ബന്ധം. അപ്പൊ നിങ്ങൾ സഹായിക്കുമോ? നിങ്ങൾ സഹായിക്കുന്നില്ല. നിങ്ങൾ സഹായിച്ചില്ല എന്ന് വിചാരിച്ച് ആ പ്രവാചകനെ നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. ആ പ്രവാചകനെ നിങ്ങൾക്ക് വകവരുത്താൻ കഴിയില്ല. ആ പ്രവാചകന്റെ ആദർശത്തെ നിങ്ങൾക്ക് ഊതിക്കെടുത്താൻ കഴിയില്ല. കാരണം ആ പ്രവാചകന്റെ ബന്ധം മുഴുവൻ അള്ളാഹുവുമായിട്ടാണ്. അല്ലാഹു പറയാ, അതുകൊണ്ട് തീർച്ചയായും അള്ളാഹു ആ പ്രവാചകനെ സഹായിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ആ സന്ദർഭം പറയാണ്, ഹിജ്റയ്ക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും കൂടി ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ സന്ദർഭത്തെ അല്ലാഹു തആല ഏഴാകാശത്തിന്റെ മുകളിൽ നിന്ന് ആയത്തിറക്കിയിട്ട് ആ സന്ദർഭം പറയുകയാണ്, ഇത് അഖറജഹുൽ ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ
ഈ രണ്ടാളുകളെയും തെരഞ്ഞുകൊണ്ട് പുറപ്പെട്ടു. അവര് നാനാഭാഗത്തേക്കും ഓടിപ്പാഞ്ഞ് ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കണം. ഇവർ രണ്ടുപേരും ഈ മക്ക വിട്ട് പോകരുത്. അവർക്ക് രണ്ടുപേർക്കും ജീവനോടുകൂടി ഈ നാട് വിട്ട് പുറത്തേക്ക് പോകാനുള്ള അവസരം കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ട് ആ കാഫറുകളായിട്ടുള്ള സത്യനിഷേധികൾ അവര് ഇറങ്ങി പുറപ്പെട്ട സന്ദർഭം അല്ലാഹു തആല പറയണേ. എന്നാൽ അല്ലാഹു തആലയാണ് ആ രണ്ടുപേരിൽ ഓരോരുത്തരോടും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവരെ ഒരു ഗുഹയിലാണ് അല്ലാഹു തആല പ്രവേശിപ്പിച്ചത്. ആ രണ്ടുപേരിൽ നബിയുനാ തങ്ങളും അതുപോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ആ സൗർ എന്ന് പറയുന്ന ആ ഗുഹയുടെ മുകളിലൂടെ പോകുന്ന ശത്രുക്കളിൽ നിന്ന് അല്ലാഹു തആല അവരെ സഹായിച്ച്, അല്ലാഹു തആല അവരെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതിന്റെ കാരണം എന്താണ്? ഇത് യഖൂലു ലിസ്വാഹിബിഹി, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അതാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും പ്രശ്നം. അവരെ അല്ലാഹു തആല സഹായിച്ചത് ലാ തഹ്സൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കരുത്, ദുഃഖം നിന്നെ പിടികൂടരുത്. ഇന്നല്ലാഹ മഅനാ, നമ്മളോടൊപ്പം ആരുണ്ട്? നമ്മളോടൊപ്പം അല്ലാഹു തആലയുണ്ട്. ഇതാണ് ഒരു വിശ്വാസിയുടെ ബലം. ഇത് ഓരോ മുഹാജിറിന്റെയും ബലമായിരുന്നു. ഓരോ മുഹാജിറിന്റെയും ബലം ഇതാണ്. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടായിരിക്കെ അല്ലാഹു തആല വിരോധിച്ച എത്രയോ ഹറാമുകളാണ് ഞാനും നിങ്ങളും ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നു ആയത്തിന്റെ പ്രിയപ്പെട്ടവര്. മുസ്ലിമാകുന്ന നമുക്ക് മുഹാജിറാകാൻ കഴിയണം. മുസ്ലിമാകുന്ന നമുക്ക് ആ ഇസ്ലാമിന്റെ മുന്നിൽ, ആ ഇസ്ലാമിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ഹിജറ ചെയ്യാൻ കഴിയണം. എന്തിൽ നിന്നാ ഹിജറ ചെയ്യേണ്ടത്? പലിശയിൽ നിന്ന് ഹിജറ ചെയ്യാൻ കഴിയണം. കൈക്കൂലിയിൽ നിന്ന് ഹിജറ ചെയ്യാൻ കഴിയണം. സ്ത്രീധനത്തിൽ നിന്ന് ഹിജറ ചെയ്യാൻ കഴിയണം. നിങ്ങൾ ഓരോ അള്ളാഹുവിന്റെ ഗ്രന്ഥവും അള്ളാഹുവിന്റെ ദീൻ നമ്മളോട് വർജിക്കാൻ പറഞ്ഞ ആ മുഴുവൻ വിരോധങ്ങളെയും ആ മുഴുവൻ നഹികളെയും എനിക്കും നിങ്ങൾക്കും വർജിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ മുഹാജിറാകുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൂടെ നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോഴാണ് അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകുന്നത്. ഈ ഒരു ബന്ധമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നമസ്കാരത്തിന് പള്ളിയിൽ ആൾ കുറഞ്ഞതല്ല. സക്കാത്തിന്റെ വലിയ വലിയ ഷിആറുകൾ അല്ലെങ്കിൽ അതിന്റെ അടയാളങ്ങൾ, സിംബലുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോയതല്ല. നോമ്പിന്റെ മാസം നമ്മൾ ഉഷാറാകാഞ്ഞിട്ടല്ല. ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ ആളുകൾ തിരക്ക് കൂട്ടാതിരുന്നിട്ടല്ല ഇസ്ലാം അത് ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്നത്. മറിച്ച് ഹറാമുകൾ എനിക്കും നിങ്ങൾക്കും ഒഴിവാക്കാൻ കഴിയുന്നില്ല. സമർപ്പിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാണ്. ഭാഗ്യം കേട്ടാൽ, ഹയ്യാല സ്വല കേട്ടാൽ പള്ളിയിലേക്ക് വരുന്ന മുൻ കാലഘട്ടങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ, പള്ളികളിലേക്ക് വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് ഈ ഇസ്ലാമിന്റെ ഒരു ഭാഗത്തെ നവോത്ഥാനം എന്ന് പറയുന്ന ജാഗരണം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകാം. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മറ്റ് അമൽ സ്വാലിഹാത്തുകൾ എന്ന് നമ്മൾ പറയുന്ന ഇബാദത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ ഔത്സുകത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി ഞാനും നിങ്ങളും ആ കർമ്മരംഗത്തുണ്ടാകാം. പക്ഷേ മറുവശം ഞാനും നിങ്ങളും പറയുക, എന്റെയും നിങ്ങളുടെയും സ്വഭാവം എന്താ? ഇസ്ലാം വിരോധിച്ച സ്വഭാവങ്ങളെ നമുക്ക് വർജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇസ്ലാമിന്റെ ആ വിരോധ സ്വഭാവങ്ങളാകുന്ന നമീമത്തിനെയും ഈബത്തിനെയും അതുപോലെ തന്നെ ഹസദിനെയും അതുപോലെ തന്നെ കിബറിനെയും, എന്താണ് ഓരോരുത്തരുടെയും ഒക്കെ അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിൽ അസൂയ വെച്ച് പുലർത്തുന്ന മനുഷ്യന്മാരായിക്കൊണ്ട് വിശ്വാസികൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? മറ്റൊരാളെ കുറിച്ച് നമീമത്ത് പറയുന്ന ഒരവസ്ഥയിൽ നമുക്ക് എങ്ങനെ വർത്തമാനം പറയാൻ കഴിയും?
പണ്ഡിതന്മാരാകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും അവർക്കുള്ള മാനസികമായ വ്യതകളും ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാനുള്ള വിനയമില്ലാത്ത പണ്ഡിതന്മാർ എങ്ങനെ നമുക്ക് മുഹാജിറാകാതെ നമുക്ക് എങ്ങനെ അല്ലാഹുമായിട്ട് ബന്ധമുണ്ടാക്കാൻ കഴിയും? നമ്മൾ ആലോചിക്കട്ടെ. മേലക്കിടയിൽ മാത്രം ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ശേഷിയുള്ളവർ, വലിയ വലിയ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ, വലിയ വലിയ സമൂഹത്തിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ള ആളുകളുമായിട്ട് മാത്രം ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരന്മാരാകുന്ന എല്ലാവരുമായിട്ടാണ്. അങ്ങനെയാകണം. ആർക്കും നമ്മളുടെ അരികിലേക്ക് വരാൻ, ആർക്കും നമുക്ക് തിരിച്ച് ആരുടെയും അവരുടെ തോളിൽ തട്ടി അല്ലെങ്കിൽ അവരെ നമുക്ക് ചേർത്ത് പിടിച്ച് നമ്മൾ സഹോദരന്മാരാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാമികമായ ബന്ധം, അള്ളാഹുമായിട്ടുണ്ടാകുന്ന ബന്ധത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആ സ്വഭാവത്തിന്റെ മേഖലകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി നിങ്ങൾ ആലോചിച്ചതൊക്കെ നമ്മുടെ ഇടപാടുകളിലേക്ക് വരിക. എന്ന് പ്രവാചക തിരുമേനി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കൂട്ടുകാരന്റെ മനസ്സ് ശാന്തമാകുക. ഖുർആൻ അത് പറഞ്ഞത് പ്രവാചകൻ അത് പറഞ്ഞപ്പോൾ അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായിട്ട് അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. നീ എന്താണ് വിചാരിക്കുന്നത് അബൂബക്കറെ എന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്ത്വനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് സമാധാനം ഇറക്കി എന്നാണ്, സമാധാനം വന്നിറങ്ങി എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഖുർആൻ ആയത്തിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അള്ളയുടെ കൂടെ, എന്റെയും നിങ്ങളെ കൂടെ അള്ള വേണം. ഞാൻ നിങ്ങൾ ഫലസ്തീനു വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, അല്ലെങ്കിൽ അപ്പുറത്ത് ഇറാനു വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകുന്ന പ്രതിസന്ധികളിലും നമുക്ക് ഈ ഉമ്മത്ത് വിജയിച്ചു കാണണം, ഇസ്ലാം എന്നും അത് ഏറ്റവും കൂടുതൽ വിജയിച്ചു കാണണം എന്നാഗ്രഹിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആലയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ്, അല്ലാഹുവിന് നമ്മളോടൊപ്പം നമുക്ക് കൂടെ കൂട്ടാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ അരികിൽ ഉത്തരം കിട്ടുന്നത്. അതെ, പ്രവാചക തിരുമേനി പറയണേ, അങ്ങനെ പറഞ്ഞ് സമാശ്വസിപ്പിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ സക്കീനത്ത്, ആ ഒരു ശാന്തത അദ്ദേഹം അനുഭവിച്ചു. അവര് പോലും കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല അവരെ ശക്തിപ്പെടുത്തി, സഹായിച്ചു എന്നാണ്. ആ സൗർ ഗുഹയിൽ ഇരിക്കുന്ന അവരെ രണ്ടുപേരെയും അവര് പോലും കാണാത്ത സൈന്യങ്ങളിലൂടെ അല്ലാഹു തആല അവരെ ശക്തിപ്പെടുത്തി. വജഅല കലിമത്തുൽ ലദീന കഫറു സുഫല വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ എന്നും സത്യനിഷേധികളുടെ വാക്യം എന്ന് പറയുന്ന അവരുടെ അല്ലാഹുവിന് പുറമെ 1000 ദൈവങ്ങളെ, 1000 ആരാധ്യന്മാരെ, 1000 വഴി പൂജകന്മാരെ അവർക്ക് ആരാധിക്കാനുള്ള ആ പറയുന്ന കലിമത്തുണ്ടല്ലോ, അള്ളാഹുവിന് പുറമെയുള്ള 1000 ദൈവങ്ങളെ കുറിച്ച് പറയുന്ന, 1000 ഔലിയാക്കളെ കുറിച്ച് പറയുന്ന, 1000 മനുഷ്യ സൃഷ്ടികളാകുന്ന ദൈവങ്ങളെ കുറിച്ച് പറയുന്ന അവരുടെ വാക്ക് എന്നും ഏറ്റവും താഴ്ന്നിരിക്കണമെന്നും അള്ളാഹുവിന്റെ കലിമയാകുന്ന തീർച്ചയായും കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ കലിമ ഏറ്റവും ഉന്നതമായിരിക്കണം എന്നതുമാണ് അല്ലാഹുവിന്റെ തീരുമാനം. ഈ കലിമത്തിനെ ചൊല്ലിയ ഞാനും നിങ്ങളും ആ അല്ലാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ മഹാസൃഷ്ടാവിനോടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും ഊഷ്മളമാകുകയും അല്ലാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും നന്നാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് തിന്മകൾ ഒഴിവാക്കുന്നതിലൂടെ നമ്മൾ നിർവഹിക്കുന്ന പണി. ആ പണിയാണ് ഇക്കാലത്ത് എനിക്കും നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള മുഹാജിറിന്റെ പണി. മനസ്സിലായില്ലേ? എനിക്കും നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള ഹിജറ അതാണ്.
എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഹിജറയുടെ വഴി, ഹിജറയുടെ പാഠം അതാണ് പ്രിയപ്പെട്ടവരെ. അത് നിർവഹിക്കാതെ എല്ലാ ഹറാമുകളുമായും എല്ലാ തിന്മകളുമായി എല്ലാ തെറ്റുകളുമായി എല്ലാ കുറ്റങ്ങളുമായി നമ്മുടെ ഓരോ രംഗവും ഇങ്ങനെ ബന്ധപ്പെട്ട് നിന്നിട്ട് നമ്മൾ എത്ര സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ, എത്ര ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല, എത്ര ഹജ്ജും ഉംറയും ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ആദ്യം മുഹാജിറാകണം, എന്നിട്ടാണ് നമുക്ക് മുസ്ലിം ആകാനുള്ളത്. ആ ഹിജറ എന്ന് പറയുന്നത് തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുക എന്ന് പറയുന്ന ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി അള്ളാഹുവുമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ബന്ധമാണ് പ്രിയപ്പെട്ടവരെ. ആ ബന്ധത്തെയാണ് ഞാനും നിങ്ങളും ഏറ്റവും ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ കൊണ്ട് അവനോട് നമുക്ക് കൂടുതൽ അടുക്കാനും കൂടുതൽ അവന്റെ മുന്നിൽ നമുക്ക് കൂടുതൽ വിനയാന്വിതരായി അള്ളാഹുവിന്റെ അരികിലേക്ക് നമുക്ക് കൂടുതൽ സമർപ്പിക്കുവാനുമുള്ള ഒരു ജീവിതത്തെ സമർപ്പിക്കാൻ. തിന്മ ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാദത്ത് ചെയ്യണ്ട, തിന്മകൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ കുറച്ചാണെങ്കിലും ആ ഇബാദത്തുകൾ ചെയ്താൽ മതി. അത് അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതാണ് ഒരു മുഹാജിറിന്റെ പണി, അതാണ് ഒരു ഹിജറ ചെയ്യേണ്ട ഒരാളുടെ പണി. അത് എക്കാലവും നിർവഹിക്കപ്പെടേണ്ട ഹിജറയാണ്. ആ ഹിജറയാണ് ഇസ്ലാം എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ ഹിജറ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറ അറാഫ് 7-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗം 203-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദലം തഅതിഹിം ബിആയ, പ്രവാചകരെ ആ കാഫിറുകളാകുന്ന സത്യനിഷേധികളാകുന്ന ആളുകൾക്ക് അങ്ങ് ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം, മൂസാ നബി കൊണ്ടുവന്നതുപോലെ ഒരു വടി, ഈസാ നബി കൊണ്ടുവന്നതുപോലെ ഒരു അസുഖബാധിതരാകുന്ന ആളുകളെ സുഖപ്പെടുത്തൽ, ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം താങ്കൾ അവർക്ക് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ കാലു, ആ സത്യനിഷേധികളാകുന്ന ആ കാഫറുകളാകുന്ന ആളുകൾ ചോദിക്കും, എന്തുകൊണ്ട് താങ്കൾക്കും അതുപോലെ ഒരു വടിയെടുത്തുകൂടാ? എന്തുകൊണ്ട് താങ്കൾക്കും ഒരു വെള്ളപ്പാണ്ടുകാരനെ സുഖപ്പെടുത്തിക്കൂടാ? ഒരു കണ്ണ് കാണാത്ത അന്ധനെ എന്തുകൊണ്ട് താങ്കൾക്ക് കാഴ്ചയുള്ളവനാക്കി കൂടാ എന്നവർ ചോദിക്കും. പ്രവാചകരെ അങ്ങ് പറയുക, കുൽ, അങ്ങ് പറയുക, ഇന്നമാ അത്തബിഉ മാ യൂഹാ ഇലയ്യ മിർ റബ്ബി. അങ്ങനെ മൂസാ നബിക്ക് അല്ലാഹു തആല കൊടുത്ത പോലെ ഒരു വടിയെടുക്കുന്ന പണിയല്ല എന്റേത്. ഈസാ നബിക്ക് അല്ലാഹു തആല കൊടുത്തതുപോലെ ഒരു അസുഖബാധിതനെ സുഖപ്പെടുത്തുക എന്ന പണിയല്ല എന്റേത്. അല്ലാഹു തആല എനിക്ക് വഹിയായി അവതരിപ്പിച്ചത് എന്താണോ ആ അവതരിപ്പിച്ചതിനെ സ്വീകരിക്കുക എന്നത് മാത്രമാണ് എനിക്കുള്ള പണി. അത് മാത്രമാണ് എന്റെ ബാധ്യത. അതിന് മാത്രമേ ഉള്ള അധികാരം എനിക്കുള്ളൂ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിചാരിച്ചിട്ട് മൂസാ നബിയുടെ വടിയും ഈ ഇബ്രാഹിം നബിക്ക് കൊടുത്ത മുഅ്ജിസത്തും ഈസാ നബിക്ക് കൊടുത്ത മുഅ്ജിസത്തും ഇതൊക്കെ കൂടി എനിക്കില്ല. എനിക്ക് അല്ലാഹു തആല എന്താണ് വഹിയായി അവതരിപ്പിച്ചു തന്നത് അത് ഞാൻ നിങ്ങൾക്ക് ഓതി പാരായണം ചെയ്തു തരിക എന്നത് മാത്രമാണ് എന്റെ പണി. എന്നിട്ട് അവിടുന്ന് പറയാൻ പറഞ്ഞു, ഹാദാ ബസായിറും മിർ റബ്ബിക്കും, നിങ്ങളെ മൂസാ നബിയുടെ വടിയാണ് തരുന്നത്, പക്ഷെ അതിനേക്കാൾ വലിയ, അതിനേക്കാൾ ബസ്വായിർ, അതിനേക്കാൾ നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന, നിങ്ങളുടെ അകക്കണ്ണുകളിലേക്ക് പ്രകാശമേകുന്ന തെളിവുകളുമായിട്ടാണല്ലോ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. എന്റെ ഈ ഖുർആനിനെ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്റെ ഈ ഖുർആനിനെ നിങ്ങൾ വായിക്കാത്തത്? എന്താണ് ഈ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാത്തത്? എന്താണ് ഈ ഖുർആനിന്റെ ബസ്വായിർ, നിങ്ങളുടെ ഹൃദയം തുറപ്പിക്കാത്തത്? എന്താ? പ്രവാചകനോട് ചോദിക്കണേ, പറയും പ്രവാചകനെ, ചോദിക്കൂ അവരോട്. മൂസാ നബിയുടെ വടിയേക്കാൾ, ഈസാ നബിയുടെ വൈദ്യത്തെക്കാൾ, അപ്പൊ മറ്റ് പ്രവാചകന്മാരുടെ എല്ലാം മുഅ്ജിസത്തുകൾ അവരുടെ കാലത്തോടു കൂടി അവസാനിച്ചു പോയതാണ് എങ്കിൽ ലോകാവസാനം വരെ അവസാനിക്കാതെ നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താകുന്ന ഈ ഖുർആനാകുന്ന ബസ്വായിർ അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ പ്രമാണമല്ലയോ? ഏറ്റവും വലിയ തെളിവല്ലയോ? ഏറ്റവും വലിയ കണ്ണു തുറപ്പിക്കുന്ന ബസ്വായിർ അല്ലയോ ആ അല്ലാഹുവിന്റെ അരികിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്? വഹുദൻ, അതിൽ നിങ്ങൾക്ക് പൂർണ്ണമായ മാർഗദർശനമുണ്ടല്ലോ. വറഹ്മ, നിങ്ങൾക്ക് പൂർണ്ണമായ കാരുണ്യമുണ്ടല്ലോ. ആർക്ക്? ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്ക്, വിശ്വാസികളായി ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ഈ ഖുർആൻ തന്നെ മതിയല്ലോ എന്ന് പ്രവാചകരെ അങ്ങ് അവരോട് ചോദിക്കുകയും ചെയ്യുക എന്ന് ഖുർആൻ നമ്മളോട് പറയും. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്.
ആ ഖുർആൻ വിരോധിച്ചതാണ് പലിശ. അല്ലെ, നമുക്ക് ആർക്കറിയാത്തത്? ആ പലിശയുമായി വീണ്ടും നമ്മൾ ബന്ധപ്പെട്ടു പോകുന്നുവെങ്കിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന ഖുർആന്റെ ശൈലി. എന്നിട്ട് എന്തേ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്തത്? എന്തേ നമ്മുടെ അകക്കണ്ണ് തുറക്കാത്തത്? എന്തേ ഖുർആനിന്റെ ഹുദ സ്വീകരിക്കാൻ പറ്റാത്തത്? എന്റെ ഖുർആനാകുന്ന ഈ കാരുണ്യത്തിന്റെ വക്താക്കളാകണമെന്ന് നമുക്ക് അടിയുറച്ച് തീരുമാനമെടുക്കാൻ പറ്റാത്തത്? നമുക്ക് മുഹാജിറാകാൻ പറ്റുന്നില്ല. ദൂർത്ത് ഖുർആൻ വിരോധിച്ചതല്ലേ? നിങ്ങളുടെ അകക്കണ്ണ് തുറപ്പിക്കാൻ മാത്രമുള്ള ഈ വേദഗ്രന്ഥം അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് തന്നിട്ട് അത് ഈ ലോകാവസാനം വരെ ആ പ്രവാചകന്റെ മുഅ്ജിസത്തിനെ അള്ളാഹു തആല ഇവിടെ അവശേഷിപ്പിച്ചിട്ട് എന്തേ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്? ഞാൻ നിങ്ങൾ ഉത്തരം പറയട്ടെ. നമ്മൾ പറയുന്ന ഉത്തരം സ്വീകരിക്കാൻ പറ്റുന്നുവെന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തിന്മകൾ നമ്മൾ പൂർണ്ണമായിട്ട് വർജിക്കുന്ന മുഹാജിറുകളായി നമ്മൾ മാറും. എന്നിട്ട് നമ്മൾ അമല സ്വാലിഹാത്തുകളും ഇബാദത്തുകളും ചെയ്യുന്ന, അള്ളാഹുവിന് സമർപ്പിക്കുന്ന മുസൽമാന്മാരായിട്ട്, അവന് കീഴൊതുങ്ങുന്ന, അവന് പൂർണ്ണമായി ജീവിതത്തെ സമർപ്പിക്കുന്ന മുസൽമാന്മാരായിട്ട് നമ്മൾ മാറും. അങ്ങനെ മാറാനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ അതിന്റെ ശരിയാം വണ്ണം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കി ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ട മുറപ്രകാരം സ്വീകരിക്കുന്നവരായി മാറാനുള്ള മഹാസൗഭാഗ്യം നൽകി അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد, اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും ശരിയാം വണ്ണം പാലിച്ച് യഥാർത്ഥ മുത്തക്കികളായി ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിൽ സമർപ്പിതമായി യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ മരണത്തെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് ഗൗരവത്തോടു കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയപ്പെടുന്ന മറ്റൊരു ചരിത്രം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടേതാണ് എന്ന് നമുക്കറിയാം. ഫിർഔനിന്റെ ആ കിരാതമായ മർദ്ദനങ്ങളിൽ നിന്ന് ബനൂ ഇസ്രായേൽ സമുദായത്തെ അദ്ദേഹം രക്ഷപ്പെടുത്തി. പാതിരാവിൽ, നേരം വെളുക്കുന്നതിന് മുമ്പായിട്ടുള്ള പാതിരാവിൽ അദ്ദേഹം രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ച് പുറപ്പെട്ടതാണ്. വിവരമറിഞ്ഞ് ഫിർഔനും കൂട്ടരും അവരെ പിന്തുടർന്നു. അങ്ങനെ ചെങ്കടലിന്റെ മുമ്പിൽ അവർ എത്തി. പുറകിൽ നിന്ന് വരുന്ന ഫിർഔനിന്റെയും കൂട്ടരുടെയും സൈന്യവും. ഖുർആൻ ചരിത്രം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഫലമ്മാ തറാ അൽ ജംആൻ, മൂസാ നബിയും അദ്ദേഹത്തിന്റെ അനുയായികളും ആ രണ്ടെണ്ണത്തിനെയും കണ്ടുമുട്ടിയപ്പോൾ, മുൻപിൽ ചെങ്കടലിനെ കണ്ടുമുട്ടി, പുറകിൽ ഫിർഔനും കിങ്കരന്മാരുമാകുന്ന ശത്രു സൈന്യത്തെ കണ്ടുമുട്ടി. അപ്പോൾ ഖാല അസ്ഹാബു മൂസ, മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, തീർച്ചയായും ഇന്നാ ലമുദ്റകൂൻ, നിശ്ചയം നമ്മൾ പിടിക്കപ്പെടുമല്ലോ, ഉറപ്പായിട്ട് നമ്മൾ പിടിക്കപ്പെടും. ഒന്നുകിൽ നമ്മൾ ചെങ്കടലിലേക്ക് ചാടണം, അങ്ങനെ ചെങ്കടലിൽ നമ്മൾ മുങ്ങി നശിക്കും. അല്ലെങ്കിൽ പുറകിൽ വരുന്ന ഫിർഔനും കൂട്ടരും നമ്മൾ കീഴടങ്ങിയിട്ട് അവർക്ക് പിടിക്കപ്പെടാൻ വേണ്ടി പാകത്തിൽ നമ്മൾ നിന്നുകൊടുക്കണം. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെടുമല്ലോ എന്നായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ അസ്ഹാബിന്റെ വർത്തമാനം. ഖുർആൻ മറുപടി പറഞ്ഞത് ഖാല, മൂസാ നബി പറഞ്ഞു, കല്ല, ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്താ അങ്ങനെ പറയാനുള്ള ബലം? ഇന്ന മഇയ റബ്ബി, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്.
ഇതാണ് ഒരു വിശ്വാസിയുടെ ബലം. ഇന്ന മഅയ്യ റബ്ബി. ഇതും ഹിജറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ മുഹറം 10 ആ സന്ദർഭത്തിലാണ് ഫിർഔനിൽ നിന്ന് തന്റെ സമൂഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് എന്ന് ഹദീസുകളിൽ വരപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾ പഠിക്കണം. മൂസാ നബി പറഞ്ഞ വാക്കെന്താ? ഇന്ന മഅയ്യ റബ്ബി, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവർ ഒരു വിശ്വാസിയുടെ ബലം. ആ ബലമാണ് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അതാണ് ആയിരിക്കണം. ഒരു കുടുംബത്തിലെ കുടുംബനാഥനായാലും കുടുംബനാഥയായാലും അവിടെ വളർന്നു വരുന്ന മക്കളായാലും ആ കുടുംബം എന്ന് പറയുന്ന ഓരോ ഇസ്ലാമികമായ കുടുംബവും അള്ളാഹുവുമായിട്ടുണ്ടാകേണ്ട ബന്ധം ഇതാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എന്നെ കൈവിടില്ല, അവൻ എന്നെ ഒരിക്കലും കൈവിടില്ല, അവൻ ഒരിക്കലും എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ആത്യന്തികമായി അവസാനം അവന്റെ സഹായം എനിക്ക് വന്നിറങ്ങും. ഈ തികഞ്ഞ ബോധമാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഹിജറ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കും. ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന വഴി അവൻ എനിക്ക് കാണിച്ചു തരും. സൂറത്ത് 26-ാമത്തെ അധ്യായം സൂറത്തിൽ ശുഅറായില് ഈ ചരിത്രം ഇങ്ങനെ വിശദീകരിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ ചെങ്കടലിനെ അടിക്കാൻ പറയുകയും ആ ചെങ്കടലിൽ അദീം, 2 ചിറ പോലെ 2 മല പോലെ ആ വെള്ളം ഇങ്ങോട്ട് മാറിയിട്ട് ഉണങ്ങിയ വഴിയായി തീരുകയും ചെയ്തു എന്ന് പറയുന്ന ചരിത്ര സംഭവമാണ്. തുടർന്ന് ഈ ആയത്തുകൾക്ക് ശേഷം ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധം വേണം. നമുക്ക് അള്ളാഹുവിനോടുള്ള ബന്ധം ഇങ്ങനെ ഊഷ്മളമാകാൻ ഈ ഹിജറയുടെ സന്ദർഭത്തിൽ 2 പ്രവാചകന്മാരുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശത്രുക്കളിൽ നിന്ന് ആ ബനൂ ഇസ്രായേൽ സമുദായത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സന്ദർഭവും നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു മാനസികമായ ബന്ധം അള്ളാഹുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് ഇറക്കി ദൃഢമായ വിശ്വാസത്തോടുകൂടി നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമുണ്ടാക്കാൻ സാധിക്കണം. അങ്ങനെ ബന്ധമുള്ള ഒരാൾക്ക് ഹറാമ് ചെയ്യാതിരിക്കാൻ വളരെ എളുപ്പമാണ്. അയാൾ കഴിവിന്റെ പരമാവധി അയാൾ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കും. ആ തിന്മകളെ വിട്ടു നിൽക്കലാണ്, ആ തിന്മകളെ ഉപേക്ഷിക്കലാണ്, ആ തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കലാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഹിജറ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാവണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയതും വന്നു പോയതുമായ എല്ലാ വലുതും ചെറുതുമായ പാപങ്ങൾ അവന്റെ മഹത്തായ ഔദാര്യത്താൽ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹു തആല പൂർണ്ണമായ മഹഫറത്ത് കൊണ്ടും മർഹമത്ത് കൊണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട പലരുടെയും മരണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലും ഇന്നുമൊക്കെയായി നിർവഹിച്ച് അതിൽ പങ്കെടുത്തിട്ടാണ് നമ്മളിൽ ചിലരെങ്കിലും വരുന്നത്. അല്ലാഹു തആല അവർക്ക് പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അല്ലാഹു തആല അവന്റെ ദീനിൽ പൂർണ്ണമായി അവന് സമർപ്പിക്കേണ്ട മുറപ്രകാരം അവരുമായിട്ടുണ്ടാകേണ്ട ബന്ധം ശരിയാവണ്ണം നിലനിർത്തിക്കൊണ്ട് ഷഹാദയുടെ കലിമയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകാനുള്ള സന്ദർഭം അല്ലാഹു തആല ഒരുക്കി നമ്മളെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഈ ദീനിലേക്ക് അല്ലാഹു തആല ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് വലിയൊരു ആശ്വാസമായി, സമാധാനമായി, നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി നാളെ പാരത്രിക ലോകത്തേക്ക് അല്ലാഹു തആല കൊണ്ടെത്തിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിഷ്കളങ്കമായി അവന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവന്റെ ദീൻ പറയാൻ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി മുറുകെ പിടിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മളോട് പ്രത്യേകമായ കരുണ ചെയ്യുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും ചെറുതാകട്ടെ വലുതാകട്ടെ, രഹസ്യമായി ചെയ്തതാകട്ടെ പരസ്യമായി വന്നു പോയതാകട്ടെ, സംസാരങ്ങളിലൂടെയോ വിചാരങ്ങളിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ ഒക്കെ നമുക്ക് സംഭവിച്ചതാകട്ടെ, അവന്റെ മഹത്തായ കാരുണ്യത്താൽ അവയെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിന
وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك ننيب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا الجنة يا رب العالمين اللهم أحينا بالقرآن والسنة وأمتنا مع الإيمان والتوبة توفنا مسلمين وألحقنا بالصالحين ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك وبفضلك يا أرحم الراحمين وصلى الله وسلم